ബാക്ക് ടു ടീച്ചേഴ്സ് ഡയറി. ഡെസിമൽ ഫോംസ് അല്ലെങ്കിൽ ദശാംശ രൂപങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യ തന്നാൽ അതിനെങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3/10. 3/10നെ നമ്മൾ എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് മാറ്റിയത്? 10ന് നമുക്കറിയാം 10 ഉണ്ട്. അപ്പം നമ്മൾ 3യിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു സ്ഥാനം എണ്ണി പോയിന്റ് ഇടും അല്ലെ. ഇപ്പൊ 0.3 അല്ലെങ്കിൽ 0.3 ആണ് നമുക്ക് 3/10ന്റെ ഡെസിമൽ ഫോം വരുന്നത്. ഇനി 10 അല്ലെങ്കിൽ 10ന്റെ പവേഴ്സോ അല്ലാതെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3/4. 3/4നെ നമ്മൾ 4നെ 10ന്റെ പവർ ആക്കി മാറ്റും അല്ലെ. 10 ആക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ 10 ആക്കി മാറ്റും, അല്ലെങ്കിൽ 10ന്റെ പവർ ആക്കി മാറ്റും. അപ്പൊ 3/4നെ നമ്മൾ എന്ത് ചെയ്യും? 4നെ 25 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് 100 കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ 25 കൊണ്ട് 3യെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 75/100 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 0.75 ആണ് നമുക്ക് അതിന്റെ ഡെസിമൽ ഫോം വരുന്നത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാൻ പോകുന്നത് ന്യൂ ഫോംസ് അല്ലെങ്കിൽ പുതിയ രൂപങ്ങളാണ്. അപ്പൊ അതിൽ നമ്മൾ നോക്കുന്നത് ചില സംഖ്യകളെ നമുക്ക് 100ന്റെ അല്ലെങ്കിൽ 10ന്റെ പവർ ആക്കി മാറ്റാൻ സാധിക്കില്ല. എന്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും അത് 10ന്റെ പവർ ആയിട്ട് മാറില്ല. അങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുന്നത് 1/3 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 1/3. ഓക്കെ, അപ്പൊ 3യെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് 100ഓ 1000ഓ 10,000ഓ ഒന്നും ആകില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഡെസിമൽ ഫോം എഴുതുന്നത് നമുക്ക് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നമുക്ക് 1/3 ആണ് നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റേണ്ടത്. ഇവിടെ 1/3 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 1നെ 3 കൊണ്ട് ഹരിക്കണം, അല്ലെങ്കിൽ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ചോക്ലേറ്റ് ഉണ്ട്. ഓക്കെ, ഒരു ചെറിയ ചോക്ലേറ്റ് ഉണ്ട്. ഇതിനെ നമ്മൾ 3 ഭാഗങ്ങളാക്കി മാറ്റണം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ തുല്യമായ 3 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ഈ 1നെ 3 കൊണ്ട് ഹരിക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഹരിക്കാൻ അറിയാം, അല്ലെങ്കിൽ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ഈ 1നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ 1ല് 3 പോകുമോ? ഇല്ല അല്ലെ. അപ്പൊ ഈ 1ല് നമുക്ക് 3 പോകില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പോകാത്തത് കൊണ്ട് നമ്മള് 0 ഇട്ടിട്ട് പോയിന്റ് ചേർക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് ചേർത്താൽ പിന്നെ നമുക്ക് ഈ 1ന്റെ കൂടെ ഓരോ സീറോസ് നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു 0 ആഡ് ചെയ്തു. ഇപ്പൊ എത്രയായി? 10 ആയി. 10ൽ 3 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം. 3 × 3 9 ആണ്. അപ്പൊ 3 പ്രാവശ്യം പോകും. 3 × 3 9 കിട്ടി. 10 - 9 1 വന്നു. ഓക്കെ, വീണ്ടും 1ല് 3 പോകില്ല. അപ്പൊ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? പോയിന്റ് ഇട്ടിട്ട് 0 ഇവിടെ 1ന്റെ കൂടെ ആഡ് ചെയ്തു. നമ്മൾ ഒരു സംഖ്യയിൽ ഒരു പ്രാവശ്യമല്ലേ പോയിന്റ് ഇടുള്ളൂ. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ഒരു 0 കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ വീണ്ടും 3 പ്രാവശ്യം പോകും. 3 × 3 9, ബാക്കി 1. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരിക്കലും എൻഡ് ആകുന്നില്ല. അപ്പൊ 1/3 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0.33 എക്സെട്ര. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ 0.33 എക്സെട്ര ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 0.3യുടെ മുകളിലൊരു ബാർ വരച്ചു കൊടുക്കാം. അപ്പൊ 0.3 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. 3 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇത് പഴയ മെത്തേഡാണ്. പണ്ടൊക്കെ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള മെത്തേഡ് ഇങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഈ 0 ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ എന്തിനാണ് അങ്ങനെ ഓരോ സീറോസ് ആഡ് ചെയ്യുന്നത്? അപ്പൊ ഒന്നിലധികം സീറോസ് ഒരുമിച്ച് ആഡ് ചെയ്തൂടെ? അപ്പൊ അങ്ങനെയുള്ള കുറെ സംശയങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തോന്നാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുതിയൊരു മെത്തേഡാണ് തന്നിരിക്കുന്നത്. അതിൽ ചെയ്യുന്നത് ഈ 1/3യെ നമ്മള് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഒരു സംഖ്യ നമ്മൾ കഴിഞ്ഞ ദിവസം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഫ്രാക്ഷന്റെ ഛേദത്തെയും അംശത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ ആ ഫ്രാക്ഷന്റെ അല്ലെങ്കിൽ ആ ഭിന്നസംഖ്യയുടെ വാല്യൂ മാറുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ 10 കൊണ്ട് ഗുണിച്ചു. അതായത് ഇവിടെ 10 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെയും എന്ത് ചെയ്യണം? 3നെയും 10 കൊണ്ട് ഗുണിക്കണം അല്ലെ. അതായത് നമുക്കിവിടെ
1/10 കൊണ്ടും ഗുണിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 1നെയും 10 കൊണ്ട് ഗുണിച്ചു, 3യെയും 3നെയും 10 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇൻറ്റു 10 ഇൻറ്റു 1/10. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാ റിസൾട്ട് വരുന്നത്? ഇവിടെ നമുക്ക് 10 ഇൻറ്റു 1 10, ഇവിടെ എത്ര കിട്ടി? 3. ഓക്കെ, ഇൻറ്റു ഇവിടെ നമുക്ക് ഈ 1/10 ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്തു. അപ്പൊ 10/3 ഇൻറ്റു 1/10 എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ 10 കൊണ്ട് ഗുണിച്ചു, അതേസമയം 10 കൊണ്ട് ഹരിക്കുകയും ചെയ്തു അല്ലെ? അപ്പൊ ഇവിടെ അല്ലെങ്കിൽ അംശത്തെയും ഛേദത്തെയും 10 കൊണ്ട് ഗുണിച്ചു, അങ്ങനെയും ചിന്തിക്കാം. ഓക്കെ, അതായത് 10/10 ആണ് ഇവിടെ ചെയ്യുന്നത്. 10/10 എന്ന് പറഞ്ഞാൽ ഗുണിക്കുകയും ചെയ്യുന്നു, ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ ഹരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ 10/10 എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ്. അപ്പൊ ഈ 1/3 എന്നുള്ള ഫ്രാക്ഷന്റെ വാല്യൂവിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ 10 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ അതേസമയം 10 കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ വാല്യൂവിന് ഒരു വ്യത്യാസവും വരുന്നില്ല. ഈ ഒരു സ്റ്റെപ്പ് പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അതായത് 5 എന്നൊരു നമ്പർ. ഓക്കെ, ഈ 5നെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര കിട്ടി? 5 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടി. ഓക്കെ, അതായത് നമ്മളിവിടെ 1/3 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് 10/3 ആണ് കിട്ടുന്നത്. ഇനി ഈ കിട്ടിയ 20നെ ഞാൻ 4 കൊണ്ട് തന്നെ ഡിവൈഡും ചെയ്തു. ഓക്കെ, അപ്പൊ എത്ര കിട്ടി എനിക്ക്? 5. പഴയ സംഖ്യ തന്നെ നമുക്ക് കിട്ടിയില്ലേ? അതേപോലെ 1/3യെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10/3 ആണ് കിട്ടുന്നത്. 10/3 കിട്ടുന്നു. ഓക്കെ, ഇനി ഇതിനെ ഞാൻ 1/10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ് അല്ലെ? ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ ആദ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആ 10 കൊണ്ട് തന്നെ ഡിവൈഡും ചെയ്യാണ്. ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുത്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 10ന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം എന്ന് പറയുന്നത് 1/10 ആണ്. അപ്പൊ 1/10 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, അതാണ് ഡിവിഷൻ. അപ്പൊ ഈ ഒരു 10 ക്യാൻസൽ ആയി അവസാനം എന്ത് തന്നെ വന്നു? 1/3 വന്നു. ഓക്കെ, അപ്പൊ ഈ 1/3യെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് കിട്ടുന്ന അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1/3 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ 1/3ക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് 1/3 ഇൻറ്റു 10 ഇത് ആദ്യം ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ 10/3 എന്ന് വന്നു. ഓക്കെ, ഇത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഇനി എന്തുണ്ട്? 1/10 ഉണ്ട്. ഓക്കെ, അപ്പൊ 2 ഫ്രാക്ഷൻസ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇനി നമ്മൾ ആദ്യത്തെ ഫ്രാക്ഷനെ എടുത്ത് നോക്കുകയാണെങ്കിൽ 10/3 എന്നുള്ളത് എന്താണ്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലെ? ഇതൊരു വിഷമ ഭിന്നമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? വിഷമ ഭിന്നം നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനെ എന്താക്കി മാറ്റും? മിശ്ര ഭിന്നമാക്കി മാറ്റും, അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി നമ്മൾ അതിനെ മാറ്റും. അപ്പൊ ഇതിനെങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നത്തിനെ നമ്മൾ മിശ്ര ഭിന്നമാക്കി മാറ്റുന്നത്? 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എത്ര കിട്ടും? 10/3. അപ്പൊ നമുക്ക് കിട്ടുന്നത് 3 ഇൻറ്റു 3 9. ഓക്കെ, സോറി, ഇവിടെ 9. ബാക്കി റിമൈൻഡർ വരുന്നത് 1 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെ എഴുതുന്നത്? 3 1/3. ഇങ്ങനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നം എഴുതുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നം എന്നുള്ളത് 3 and 1/3 എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നാറുണ്ട് ഇവിടെ എന്ത് സൈൻ ആണ് വരുന്നത്? ഇവിടെ നമ്മൾ സൈൻ ഒന്നും കൊടുക്കുന്നില്ല. അഡീഷൻ ആണെന്നോ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നോ ഒന്നും സൈൻ കൊടുക്കുന്നില്ല. നമ്മൾ 3 and 1/3 അല്ലെങ്കിൽ 3 and 1/3 അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ സൈൻ നമ്മൾ സാധാരണ സൈൻ ഇടാതിരിക്കുന്നത് എപ്പോഴാണ്? മൾട്ടിപ്ലിക്കേഷൻ സൈൻ വരുമ്പോഴാണ് നമ്മൾ സൈൻ സാധാരണ ഇട്ട് കൊടുക്കാതിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഏതാണ് സൈൻ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. ഇവിടെ 3 and 1/3 മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ വരും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 3 ഇൻറ്റു 1 എന്ന് പറയുന്നത് 3 ആണ്. ദെൻ ഡിവൈഡഡ് ബൈ 3 സമം 1 ആണ് വരുന്നത്. നമുക്ക് ഈ സംഖ്യ 1 ആയിരുന്നോ? അല്ല, 10/3 ആണ് നമ്മുടെ ഫ്രാക്ഷൻ. അപ്പൊ ഇത് 1 എന്ന് എഴുതിയാൽ തെറ്റല്ലേ? ഇനി അഡീഷൻ ആണോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ഇവിടെ നമുക്ക് LCM എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3 ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ എത്രയാണ്? 3 എന്ന് പറഞ്ഞാൽ അതിന്റെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പൊ ഇവിടെ LCM 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? LCM നമ്മൾ എഴുതി. ഈ 1/3നെ നമ്മൾ ഇൻറ്റു 3 ചെയ്യും അല്ലെ? അപ്പൊ ഇവിടെ 9 ആയിരിക്കും വരെ. 9 പ്ലസ് ഇവിടെ നമുക്ക് ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 3 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി 1 സമം എത്ര കിട്ടി? 10/3. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് ഈ വരുന്ന മിക്സഡ് ഫ്രാക്ഷനിൽ ഇവിടെ വരുന്ന സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്.
അപ്പോൾ ഇത്രയും വരെ എഴുതിയത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു ഭാഗം ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. പക്ഷെ ഇത് കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറയുന്ന ആ രീതിക്ക് കുറച്ചൊന്നും വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്തത്. ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 1/3 ആണ്. 1/3 നമ്മൾ 10 കൊണ്ട് ഗുണിക്കുകയും അതേസമയം 10 കൊണ്ട് ഹരിക്കുകയും ചെയ്തു. ഓക്കെ, 1/3 ഇൻറ്റു 10 ഇൻറ്റു 1/10 എന്ന് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ 10/3 ആയി ഇൻറ്റു 1/10 ആയി. ക്ലിയർ ആണല്ലോ. ഇനി 10/3 ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 + 1/3 ആണ്. ഇത് പ്ലസ് എഴുതാനുള്ള കാരണം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ഇൻറ്റു 1/10 ഇത്രയും വരെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇനി നമുക്കറിയാം, ഇവിടെ നോക്കൂ, ഇത് നമ്മൾ പ്ലസ് ആണ് വന്നിരിക്കുന്നത്. അതായത് 10/3 ഇൻറ്റു 1/10 ആണ്. അപ്പൊ നമുക്ക് ഈ റിസൾട്ട് എന്ന് പറയുന്നത് 3 + 1/3 ആണ്. അതായത് ഇതിന്റെ നെറ്റ് റിസൾട്ട് 10/3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ നമുക്കൊരു ബ്രാക്കറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ ബ്രാക്കറ്റിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 3നെയും 1/10 കൊണ്ട് ഗുണിക്കണം, അതേപോലെ തന്നെ പ്ലസ് 1/3യെയും 1/10 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ കാൽക്കുലേഷൻ ചെയ്യാം. അപ്പൊ 3 ഇൻറ്റു 1/10 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 1 3 3/10 ആയല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് 3/10. ഇവിടെയൊക്കെ നമുക്ക് 1/3 ഉണ്ട് കേട്ടോ. 1/3 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ 1/3നെ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ അതിന്റെ വാല്യൂ 1/3 തന്നെയാണ്. 1/3 ഈക്വൽ ടു 1/3. പക്ഷെ അതിന് പകരം നമ്മളൊരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു എന്ന് മാത്രം. അപ്പൊ 1/3 ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, 10/3. ഓക്കെ, സോറി 3/10 പ്ലസ് ഇവിടെ നമുക്ക് 1/3 ഇൻറ്റു 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/30. 1/30. ഓക്കെ, ഇങ്ങനെയായി നമ്മുടെ ഈ രണ്ട് ഫ്രാക്ഷൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇവിടെ 1/3 ഈക്വൽ ടു 3/10 പ്ലസ് 1/30 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 1/3 കിട്ടും എന്നല്ലേ എന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇങ്ങനെ എഴുതാം, 5 ഈക്വൽ ടു 2 + 3 ചെയ്തൂടെ. അപ്പൊ 5 ഈക്വൽ ടു 2 + 3 എന്ന് പറഞ്ഞാൽ ഈ 2 + 3 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 5 കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ തുക എന്ന് പറയുന്നത് 5 കിട്ടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ, അതായത് 5 - 2 = 3. ശരിയല്ലേ? അതായത് 5 = 2 + 3 ശരിയാണ്. അതേപോലെ തന്നെയാണ് ഈ 2നെ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഈക്വൽ ടു സൈനിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുമ്പോൾ ഇവിടെ പ്ലസ് ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, മൈനസ് ആകും. അപ്പൊ 5 - 2 = 3 ശരി തന്നെയാണല്ലോ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. 1/3 ഈ 3/10നെയാണ് നമ്മൾ മാറ്റേണ്ടത്. അതെന്തുകൊണ്ട്, അപ്പൊ ഇതിനെ മാറ്റിക്കൂടെ, 1/30 മാറ്റിക്കൂടെ. പക്ഷെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് 10ന്റെ പവർ 10ഓ അല്ലെങ്കിൽ 10ന്റെ പവറോ ഛേദമായിട്ട് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് മാറ്റേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന സ്വാഭാവികമായ ഒരു സംശയമാണ്, ഇതിൽ ഏതിനെയാണ് മാറ്റേണ്ടത്, ഏതിനെയാണ് മാറ്റേണ്ടത് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നോക്കിയാൽ മതി, ഛേദം 10ഓ 10ന്റെ പവറോ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് മാറ്റുന്നത്. -3/10 ഈക്വൽ ടു 1/30 എന്ന് എഴുതാലോ. ഓക്കെ, ഇതിനർത്ഥം എന്താണ്, 1/3 നിന്ന് 3/10 കുറച്ചാൽ 1/30 കിട്ടുമെന്നുള്ളതല്ലേ. അപ്പോ ഇവിടെ 1/30 എന്ന ഈ ഫ്രാക്ഷനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒന്നിനെ എന്തായാലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ചോക്ലേറ്റ് ഉണ്ട്. ഈ ചോക്ലേറ്റിനെ ഞാൻ 30 കഷ്ണങ്ങളായിട്ട് 30 പീസസ് ആയിട്ട് 30 ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ചെറിയൊരെണ്ണായിരിക്കും അല്ലെ. അപ്പോൾ ഏകദേശം എന്തെന്ന് പറയാം, 0 എന്ന് തന്നെ പറയാം. ഓക്കെ, ഇപ്പൊ ഞാൻ ചെറിയൊരു ചോക്ലേറ്റ് എടുത്തു. നിങ്ങൾ 30 ക്ലാസ്സിൽ 30 പേരുണ്ട്. ഈ 30 പേർക്കുമായിട്ട് ഇതിനെ ഭാഗിച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന ആ ഒരു അളവ് അല്ലെങ്കിൽ ആ ഒരു പീസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, ഏകദേശം 0യിലേക്ക് തന്നെ അടുത്ത് വരും അല്ലെ. അപ്പോ നമ്മുടെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം ചെറുതും ഛേദം വലുതായിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി ഇവിടെ നോക്കൂ, 1/3 മൈനസ് 3/10 സമം 1/30. ഓക്കെ, ഇനി ഇവിടെ 0യോട് അടുത്തുകൊണ്ടിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് രണ്ട് സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നത്? ഇപ്പൊ ഞാൻ പറയാണ്, 3 - 2 ചെയ്താൽ നമുക്ക് 1 കിട്ടുന്നത് അല്ലെ. ഇനി
3 മൈനസ് 2.5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.5 കിട്ടും. ഇനി 3 മൈനസ് 3 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 0 കിട്ടുന്നത്. അപ്പോ ഈ വാല്യൂ എന്ന് പറയുന്നത് ഇത് രണ്ടും തുല്യമാകും തോറും, അതായത് ഇതിന്റെ തുല്യമായ രണ്ട് സംഖ്യകളാകും തോറും, ഇവിടെ കണ്ടോ ഈ ഗ്യാപ്പ്, ഇതിന്റെ ഡിഫറൻസ് കുറഞ്ഞു വരികയാണ്. അപ്പൊ 3 മൈനസ് 2.5 0.5 ആയി. 3 മൈനസ് 2.8 എടുത്താൽ അത് പിന്നെയും കുറയുന്നു. അപ്പൊ ഈ രണ്ട് സംഖ്യകളും തമ്മിലുള്ള ഡിഫറൻസ് കുറയും തോറും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 0യിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോ ഇവിടെ ഈ വാല്യൂ 3/10 എന്നുള്ളത് 1/3യോട് ഈക്വൽ ആവും തോറും ഇവിടെ കിട്ടുന്ന വാല്യൂ 0യോട് അടുത്തുകൊണ്ടേയിരിക്കും. ഇനി ഈ വാല്യൂ ഇനിയും 0യോട് അടുക്കണമെങ്കിൽ നമുക്ക് പറയാം, ഇപ്പൊ ഈ 30നേക്കാൾ വലുതായി ഛേദം വരികയാണ്. ഇപ്പൊ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ 30 അല്ലെങ്കിൽ 30 ആണ്. ഈ 30 എന്നുള്ളത് 60, 80, 300, 400, 600, അതായത് ഈ ഛേദം കൂടും തോറും ഇതിന്റെ വാല്യൂ 0യിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് പറയാം 1/3 എന്നുള്ളത് ഏകദേശം 3/10 തുല്യമാകാം. അപ്പൊ അതായത് നമുക്ക് പറയുന്നത് 1/3 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3/10. ഏകദേശം ഈക്വൽ ആണ് അല്ലെ? ഏകദേശം ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ ഒരു സംഖ്യ നമുക്ക് അതിന്റെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1/3 എന്ന് പറയുന്നത് ഇവിടെ 3/10. ഓക്കെ, 3/10 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഡെസിമൽ ആക്കാം? ഇവിടെ 0 ഒരെണ്ണാണുള്ളത്. റൈറ്റ് സൈഡിൽ നിന്ന് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. ഇവിടെ 3 ഇട്ടു, ഒരു സ്ഥാനം നീക്കി റൈറ്റ് സൈഡിൽ നിന്ന് പോയിന്റ് ഇട്ടു, ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുത്തു. അപ്പൊ 1/3യുടെ വാല്യൂ ഇവിടെ നമുക്ക് ഏകദേശം കിട്ടുന്നത് 0.3 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കൊണ്ട് ഡിവിഷൻ നിർത്താൻ പറ്റില്ല. കാരണം നമ്മൾ നേരത്തെ ഫസ്റ്റ് ടൈം ഡിവിഷൻ നമ്മൾ ചെയ്ത് കാണിച്ചപ്പോൾ അവിടെ കിട്ടിയ ആൻസർ എത്രയാണ്? 0.333, അങ്ങനെ എക്സെട്ര, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പൊ 0.3 എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഇനി അതങ്ങനെ പറയാൻ സാധിക്കില്ല എന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? നമ്മൾ ഇവിടെ 10 കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്ത പോലെ തന്നെ 10ന്റെ അടുത്ത പവർ, അതായത് 10⁻²2 കൊണ്ട്, അതായത് 100 കൊണ്ട് ഇവിടെ ഗുണിക്കുകയും ഹരിക്കുകയും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 1/3നെ 10 കൊണ്ടും ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യണം? 1/3 × 100 × 1/100 ചെയ്യണം. ഓക്കെ, ഇനി അതും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് 1/3യെ 100 കൊണ്ട് വേണം ഗുണിക്കാനും ഹരിക്കാനും. അപ്പൊ ഇവിടെ നമ്മൾ 1/3 ഈക്വൽ ടു 1/3 × 100 × 1/100. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ വന്നെന്നുള്ളത് നേരത്തെ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇവിടെ എത്ര കിട്ടും? 100 × 1 100 ആണ്. ദെൻ ഇവിടെ 1 ആയിരിക്കുമല്ലോ. 1 × 3 3 ആണ്. × 1/100. ഓക്കെ, ഇങ്ങനെ എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ മിശ്ര ഭിന്നമാക്കി മാറ്റണം, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്താ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അപ്പൊ ഇതിനെ എങ്ങനെ ചെയ്യും? നമ്മൾ 100/3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ ഇപ്പൊ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു പ്രാവശ്യം കൂടി നമുക്ക് നോക്കാം. 103 നമുക്കറിയാം 3 ടൈംസ്. ആദ്യം നമ്മൾ എടുക്കുന്നത് 10 ആണ്. 1ൽ പോവില്ല, അപ്പൊ നമ്മൾ എന്തും കൂടെ 0 കൂടെ എടുക്കുക. അപ്പൊ 10 ആയി. 10ൽ നമുക്ക് 3 പ്രാവശ്യമാണ് പോകുന്നത്. 3 × 3 9, ബാക്കി 1. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പോകുന്നില്ല അല്ലെ? പോകാതെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 0നെ ഇറക്കിയിടും. അപ്പൊ 3 10ൽ 3 പ്രാവശ്യം. അപ്പൊ ഇവിടെ നമുക്ക് 10 ആണ് വരുന്നത്. ഈ 0 ഇറക്കിയിട്ടു. അപ്പൊ നമുക്ക് ഇവിടെ 10 അഗെയിൻ 3 ടൈംസ്. 3 × 3 9, ബാക്കി വരുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് ഇനി ഇറക്കിയിടാനായിട്ട് വേറെ സംഖ്യകളൊന്നും ബാക്കിയില്ല. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ഇതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ 33 1/3. നമുക്കറിയാം ഇതിന്റെ ഇടയിലുള്ള സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്. ഇത് നമ്മൾ ബ്രാക്കറ്റിലിട്ടു × 1/100. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ 1/100 കൊണ്ട് ഈ രണ്ട് സംഖ്യകളെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഗുണിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 1 × 33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 ഇവിടെ 100 പ്ലസ് 1 × 1 1 ആണ്. 3 × 100 300 ആണ്. ക്ലിയർ അല്ലേ? ഇനി നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തി. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ 1/3 =
33/100 പ്ലസ് 1/300 എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? 10ന്റെ പവർ ഛേദമായിട്ട് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ ഏതാണ്? ഇതാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റും. അപ്പൊ 1/3 ഇവിടെ സൈൻ മൈനസ് ആവും, കാരണം ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് നെഗറ്റീവ് ആകും അല്ലെങ്കിൽ മൈനസ് സൈൻ ആയിട്ട് മാറും. -33/100 ഈക്വൽ ടു 1/300. നേരത്തെ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കിട്ടിയത് 1/30 ആണ്. ഒരെണ്ണത്തിനെ നമ്മൾ 30 ഭാഗങ്ങളാക്കിയാണ് മാറ്റിയത്. ഇവിടെയാണെങ്കിലോ ഒരെണ്ണത്തിന് 300 ഭാഗങ്ങളാക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പൊ അതിന്റെ വലിപ്പം അല്ലെങ്കിൽ അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് പിന്നെയും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, സീറോയിലേക്ക് വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? കുറഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 1/3 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 33/100 ആണെന്ന് എഴുതാം അല്ലെ. അപ്പൊ ഈ 1/3 എന്ന് പറയുന്നത് 33/100 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? ഇവിടെ നമുക്ക് 33 ആദ്യം എടുത്ത് എഴുതി, 2 സ്ഥാനം നീക്കി 0.2 0 കൊടുത്തു. അപ്പൊ ഇവിടെ 1/3യുടെ വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ അതിലൂടെ അപ്രോക്സിമേറ്റ് ഈക്വൽ ആയിട്ട് ഏകദേശം തുല്യമായിട്ട് കിട്ടിയത് 0.33 എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് കിട്ടിയത് എത്രയാണ്? 0.3 ആണ്. ഇപ്പൊ നമുക്ക് ഒരു വാല്യൂ കൂടി കിട്ടി, 0.33. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ തന്നെ 1000 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ 100ന് പകരം എന്ത് കൊടുക്കുക? 1000 കൊടുക്കുക. ഇവിടെയും 1000. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്തു വരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 333 ഡിവൈഡഡ് ബൈ 1000 എന്നായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ 333 ഡിവൈഡഡ് ബൈ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ആൻസർ എത്ര വരും? 333 എടുത്ത് എഴുതി, 3 സ്ഥാനം 1 2 3 നീക്കി 0.2 0.333 എന്ന് വന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ 10ന്റെ പവർ ഇപ്പൊ 1000 ഇട്ട് കൊടുത്തു, 10,000 ലാക്ക് 1 ലാക്ക് അങ്ങനെ നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും ആൻസർ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? 0.333. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ നമുക്ക് ഈ 1/3യുടെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.333 എക്സിട്ര ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് 1/3യുടെ ഏകദേശം തുല്യമായിട്ടുള്ള ഡെസിമൽ ഫോം. ഇനി നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്ന അല്ലെങ്കിൽ ദശാംശ രൂപത്തിലേക്ക് മാറ്റുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/6 ആണ്. നേരത്തെ നമ്മൾ 1/3 ചെയ്തപ്പോൾ നമുക്ക് വാല്യൂ കിട്ടിയത് എങ്ങനെയാണെന്ന് കണ്ടു. അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് നമ്മളിവിടെ 1/6നും ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. 1/6ന്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് ഹരിക്കാൻ അറിയാമെങ്കിൽ ഹരിച്ചു നോക്കി കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് 1/6 എന്ന് പറയുമ്പോൾ 1നെ 6 കൊണ്ട് ഹരിക്കണം എന്നാണ് അർത്ഥം. അപ്പൊ എന്തായാലും 1ന് പോവില്ല, അപ്പൊ നമ്മൾ 0 കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഇടണം അല്ലെ. 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോവാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ചേർക്കണം, മറക്കാതെ പോയിന്റ് ചേർക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ചേർക്കുന്നതിനൊപ്പം തന്നെ 0യും ആഡ് ചെയ്ത് 10 ആക്കണം. അപ്പൊ ഈ 10ൽ 6 ഒരു പ്രാവശ്യം പോവല്ലോ, 1 6 ബാക്കി 4 അല്ലെ. അപ്പൊ ബാക്കി 4 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഓരോ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ 40 ആയി. 40ൽ 6 എത്ര പ്രാവശ്യം പോകും? 6 × 6 36. അപ്പൊ 6 പ്രാവശ്യമാണ് പോകുന്നത്. 6 × 6 36 വന്നു. വീണ്ടും 4 ബാക്കി വന്നു, നമ്മൾ ഒരു 0 കൂടെ ഇട്ട് കൊടുത്തു. അപ്പോഴും 6 പ്രാവശ്യമാണ് പോകുന്നത്. 6 × 6 36. വീണ്ടും 4 വന്നു, വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും 6 പ്രാവശ്യം പോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അതായത് നമ്മൾ 1/6നെ ഡെസിമൽ ഫോം ആക്കി മാറ്റുമ്പോൾ കിട്ടുന്ന ഡെസിമൽ ഫോം എന്ന് പറയുന്നതാണ് 0.1666. ഓക്കെ, ഇവിടെ 6 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. 0.1666 എക്സിട്ര എന്നുള്ളതാണ് നമുക്ക് 1/6ന്റെ ഡെസിമൽ ഫോം. ക്ലിയർ ആണല്ലോ. ഇനി ഇതാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യേണ്ട സ്റ്റെപ്സ് നമ്മൾ നേരത്തെ ചെയ്തു തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 1/6 ഈക്വൽ ടു 1/6നെ ഇൻറ്റു 10 ചെയ്യും, ഇൻറ്റു 1/10 ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 1/6നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടി? 10/6 എന്ന് കിട്ടി. ഇനി ഇവിടെ എന്തുണ്ട്? 1/10 ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഏതവസ്ഥയിലാണ് കിടക്കുന്നത്? ഇംപ്രോപ്പർ ആണ്, അല്ലെങ്കിൽ അതൊരു വിഷമ ഭിന്നമാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മിക്സഡ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പൊ മിക്സഡ് ആക്കി മാറ്റുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് എങ്ങനെയാണ് റിസൾട്ട് വരുന്നത്? 10ല് നമുക്ക് 6 പോകുന്നത് ഒരു പ്രാവശ്യമാണ്. അപ്പൊ ഒരു പ്രാവശ്യമാണ് 6 പോകുന്നത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 10നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പ്രാവശ്യം 6 ബാക്കി 4 വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ഇനി എഴുതാലോ. 1
പ്ലസ് 4/6. ഇതാണ് നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ. ഇതിന്റെ ഇടയിൽ സൈൻ പ്ലസ് ഇടാൻ ഒരു കാരണവശാലും മറക്കരുത്. അപ്പൊ എങ്ങനെ പ്ലസ് വന്നേന്നുള്ളത് ക്ലിയർ ആയി എന്നാണ് വിചാരിക്കുന്നത്. 1/10 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമ്മൾ 1/10 കൊണ്ട് ഈ രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 1 × 1 1 ആണ്, ഇവിടെ 10 പ്ലസ് 4 × 1 4 ആണ്, 4/60. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാ വന്നിരിക്കുന്നത്? 1/6 = 1/10 പ്ലസ് 4/60. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ചെറുതാക്കി എഴുതാം. അതായത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് 1/15 എന്ന് എഴുതാം. എങ്ങനെയാ വരുന്നത്? ആദ്യം 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/30 വന്നു. വീണ്ടും അതിനെ 2 കൊണ്ട് ചെറുതാക്കി കഴിഞ്ഞാൽ 1/15 വന്നു. പക്ഷെ അത് ചെയ്ത് നിങ്ങൾ സമയം കളയണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, അത് ഡിവൈഡ് ചെയ്ത് നോക്കുകയോ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആൻസർ ആണ് കിട്ടേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 10 അല്ലെങ്കിൽ 10ന്റെ പവേഴ്സ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമായി വരുന്ന ഫ്രാക്ഷൻ ഏതാണോ അതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇവിടെ 1/6 മൈനസ് 1/10 = 4/60. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയാണ്. 4/60. 4നെ 60 ഭാഗങ്ങളാക്കി വിഭജിച്ചാൽ നമുക്ക് ചെറിയൊരു ഭാഗം മാത്രമേ കിട്ടുള്ളൂ. ഏകദേശം 0യുടെ അടുത്തേക്ക്, അതായത് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. അപ്പൊ നമുക്കിവിടെ ഇങ്ങനെ എഴുതാം, ഏകദേശം 0യുടെ ഒരു വാല്യൂ ആണ് വരുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു വാല്യൂവിനെ 4/60 നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 4/60 ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടും. 0.01 അങ്ങനെ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വാല്യൂ കാണുമ്പോൾ നമുക്ക് ഏകദേശം 0യുടെ അടുത്താണ് അതിന്റെ ഒരു വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 4/60 ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് 0.066 എക്സെട്ര ഈ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. നമുക്കറിയാം ഇവിടെ ചിലപ്പോൾ 7 എന്ന് കാണും. 0.06667 എന്നാണ് കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ 7 എന്ന വാല്യൂ വന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം. അപ്പൊ അതിന്റെ കാരണം ഇതാണ്. അതായത് ഇപ്പൊ നമുക്കൊരു സംഖ്യയുണ്ട്, അതായത് 0.666 ഇങ്ങനെ എക്സെട്ര ആണെന്ന് വിചാരിച്ചു. ഞാൻ ഈ സംഖ്യയല്ല, ഒരു എക്സാമ്പിൾ എഴുതിയതേ ഉള്ളൂ. അപ്പൊ ഇവിടെ 6 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷനിലൊക്കെ ഇത് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ കാണിക്കും? അങ്ങനെ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടില്ല. അപ്പൊ നമുക്ക് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം വേണം എന്നുള്ളത് ആദ്യം ഡിസൈഡ് ചെയ്യണം. ഇപ്പൊ നമുക്കിവിടെ 6 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്കിവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനം മതി എന്നുണ്ടെങ്കിൽ 0. ആദ്യം 2 സ്ഥാനം എടുത്ത് എഴുതുക. എന്നിട്ട് 3ാമത്തെ സ്ഥാനം എഴുതുന്നതിന് മുൻപ് 4ാമത്തെ സ്ഥാനത്തിനെ ഒന്ന് നോക്കുക. അപ്പൊ 4ാമത്തെ സ്ഥാനത്ത് കിടക്കുന്നത് 6 ആണല്ലോ. അപ്പൊ ഈ 6 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ 4ാമത്തെ സ്ഥാനത്തുള്ളത് 3 എണ്ണം മതിയെങ്കിൽ 4ാമത് വരുന്ന സംഖ്യ 5ഓ 5ൽ കൂടുതലോ ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള സ്ഥാനത്ത് വരുന്ന സംഖ്യയോട് കൂടി 1 ആഡ് ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാൻ. ഓക്കെ, അപ്പൊ ഇവിടെ 6 വരുന്നതുകൊണ്ട് 5ഓ 5ൽ കൂടുതലോ എന്ന് പറയുമ്പോൾ 6 കൂടുതലല്ലേ. അപ്പൊ ഈ 1 എവിടേക്ക് ആഡ് ചെയ്യണം? ഇവിടെയാണ് 1 ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 0.667 എന്ന് വന്നു. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ 4 സ്ഥാനത്തിനാണ് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ 5ാമത്തെ സ്ഥാനത്ത് വരുന്നത് 5ഓ 5ൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഈ 4ാമത്തെ സ്ഥാനത്തിന്റെ കൂടെ 1 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷനിൽ ആ വാല്യൂ എടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ വാല്യൂ കിട്ടുക. അപ്പൊ ഇത് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് 0യുടെ അടുത്ത് വരുന്ന ഒരു വാല്യൂ തന്നെയാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞത് മാത്രം. അപ്പൊ ഇവിടെ 1/6 എന്ന് പറയുന്നത് ഏകദേശം 1/10 തുല്യമാണ്. ഏകദേശം, ഓക്കെ, എക്സാക്ട് വാല്യൂ അല്ല. അപ്പൊ നമുക്ക് പറയാം 1/6 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/10 എന്ന് പറഞ്ഞൂടെ. അപ്പൊ ഈ 1/10 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 1 ഇട്ടു, ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു. അപ്പോ 1/6 എന്ന് പറയുന്നത് ഏകദേശം 0.1 തുല്യമാണ്. ഓക്കെ, അപ്പൊ 0.1 ആണ്. 1/6 ഏകദേശം തുല്യമായിട്ടൊരു വാല്യൂ നമുക്കിപ്പോ കിട്ടിയത് 0.1 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ പ്രോബ്ലം തീരുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ 10 കൊണ്ട് ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ടും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും വേണം. ഇനി നമുക്ക് 1/6 നമ്മൾ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും. അപ്പൊ നമ്മളിവിടെ 1/6 = 1/6 × 100 × 1/100. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 100/6
ഇൻറ്റു 1/100 എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഇത് ഇംപ്രോപ്പർ ആണ് അല്ലെങ്കിൽ വിഷമഭിന്നമാണ്, ഇതിനെ നമ്മൾ എന്താക്കി മാറ്റും? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റും. അതിനുവേണ്ടി ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ചെയ്യുമ്പോൾ 100/6 എന്ന് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഈ 100നെ പകുതിയാക്കുക. അതായത് 2 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം 50 ആണ്. 6നെ 2 കൊണ്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ഓക്കെ, അപ്പൊ 50/3 ചെയ്താലും മതി. ഓക്കെ, നമുക്കപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 50/6. ഇത് ചെയ്യുന്നത് 2 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ പകുതിയായി, ഇവിടെ 3ആയി. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുന്നത്. 16 പ്രാവശ്യമാണ് പോകുന്നത്. ദെൻ 2/3 അല്ലെ? 6 × 3 8, 18, ബാക്കി 1, ഒരു 3, 3, 4, 48 പ്ലസ് 2 50. കറക്റ്റ് അല്ലോ? അപ്പൊ ഇനി ഇവിടെ നമുക്ക് സൈൻ തെറ്റരുത്, പ്ലസ് ആണ്. ഇനി ഇത് ബ്രാക്കറ്റിൽ ഇടാം ഇൻറ്റു 1/100. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 1/100 കൊണ്ട് ഈ 2 ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 16 × 1 എന്ന് പറഞ്ഞാൽ 16 ആണ്, ഡിവൈഡ് ബൈ 100 പ്ലസ് ഇവിടെ 2 വന്നു ബൈ ഇവിടെ എത്രയാണ്? 300. ഓക്കെ, 300. ഇവിടെ നമുക്ക് ഇപ്പൊ ഇത് കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്കറിയാം 1/6 ഈക്വൽ ടു ആണ് 16/100 പ്ലസ് 2/300 വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ ചെയ്ത് നോക്കിയാൽ, അതായത് നമുക്ക് കാൽക്കുലേറ്ററിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 0.00666 എക്സിട്ര ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നേരത്തെ കിട്ടിയ വാല്യൂ 0.0666 അങ്ങനെയായിരുന്നു. ഇവിടെ 2 0 വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ 0യിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0നോട് ഒരുപാട് അടുത്തൊരു വാല്യൂ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 10ന്റെ പവർ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷനെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റാം. 1/6 മൈനസ് 16/100 ഈക്വൽ ടു 2/300. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ 2 വാല്യൂ ഏകദേശം തുല്യമായാലല്ലേ ഈ വാല്യൂ 0നോട് അടുത്തതാവുള്ളൂ. 2 ഈക്വൽ വാല്യൂസിനെ സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? റിസൾട്ട് 0 കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? 1/6 എന്ന് പറയുന്നത് ഏകദേശം 16/100 തുല്യമാണ്. അപ്പൊ 16/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 16 2 സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ടു 0.16 ആണ് അല്ലെ? അപ്പൊ 1/6ന് നമുക്ക് ഏകദേശം ഒരു വാല്യൂവും കൂടെ നമുക്ക് കിട്ടുകയാണ്. ഏകദേശം തുല്യമായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.16 കിട്ടി. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് 0.1 ആണ് കിട്ടിയത്. 100 ചെയ്തപ്പോൾ 0.16 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 1000 കൊണ്ടും ചെയ്ത് നോക്കാം. അപ്പൊ 1000 വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് 166 ഡിവൈഡഡ് ബൈ 1000 എന്നുള്ളതാണ്. അതായത് 166 ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 166. 3 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടുന്നു, 0 ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഒരു വാല്യൂ കൂടി കിട്ടുന്നത് 0.166 എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ 1000 അങ്ങനെ നമ്മൾ 10ന്റെ പവേഴ്സ് കൂട്ടും തോറും ഇവിടെ 6കൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് പറയാം ഈ 1/6ന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഡെസിമൽ ഫോം എന്ന് പറയുന്നത് ഏകദേശം എന്തിനോട് തുല്യമാണ്? 0.1666 എക്സിട്ര. ഓക്കെ, അടുത്തത് നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റേണ്ടത് 1/7 ആണ്. ഓക്കെ, അപ്പോൾ 1/7 മാറ്റുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ നേരത്തെ ചെയ്തപ്പോഴൊക്കെ ഇപ്പോൾ 0.1666 അല്ലെ? അപ്പൊ എവിടെ വെച്ചിട്ടാണോ റിപ്പീറ്റേഷൻ വരുന്നത് അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സിട്ര എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി റിപ്പീറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പക്ഷെ ചില സംഖ്യകൾ നമുക്ക് റിപ്പീറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0.1 2 3 5 ഇത് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള സംഖ്യകളായിരിക്കും. അതിനുശേഷമായിരിക്കും വീണ്ടും 1 2 3 5 ഇത് ഇങ്ങനെ 1 2 3 5 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അതായത് നമ്മൾക്ക് ഒരു സംഖ്യ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതിന് പകരം ഒരു ഗ്രൂപ്പാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കംപ്ലീറ്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് വരേക്കും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കത് ചെയ്യേണ്ടി വരും. ഡെസിമൽ ഫോം ആക്കുമ്പോൾ അത്രയും റിപ്പീറ്റേഷൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വരേക്കും നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് 10ന്റെ പവേഴ്സ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അപ്പൊ അതുപോലെയുള്ള ഒരെണ്ണമാണ് നമുക്ക് വരുന്ന
1/7. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം 1/7 എങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ 1/7 നമുക്ക് ചെയ്യുമ്പോൾ ഡെസിമൽ ഫോം നമുക്ക് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. അതായത് ആ റിസൾട്ട് ഇന്നതാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റി വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്കിത് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1നെ 7 കൊണ്ട് ഹരിച്ച് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് പോവില്ല അല്ലെ, 1ൽ എന്തായാലും 7 പോവില്ലല്ലോ. അപ്പൊ നമ്മൾ 0 കൊടുത്തു, പോയിന്റ് ഇട്ടു. 0 കൊടുത്ത ഉടനെ തന്നെ എന്ത് ചെയ്യണം, പോയിന്റ് ഇടണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ 10 ആയി. 10ൽ 7 എത്ര പ്രാവശ്യം പോകും, ഒരു പ്രാവശ്യം, ഒരു 7, ബാക്കി 3. ഓക്കെ, ഇനി 3ൽ പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും 0 ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ 0 ഇട്ട് കൊടുക്കാം, ഈ 0 ഇവിടെ ആഡ് ചെയ്തു. അപ്പൊ 30 ആയി. അപ്പൊ നമുക്കറിയാം 4 പ്രാവശ്യമാണ് പോകുന്നത്. 7 × 4 28, ബാക്കി 2. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും 0 ആഡ് ചെയ്യണം. ഓക്കെ, 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 2 പ്രാവശ്യമാണ് 7 20ൽ പോകുന്നത്. 2 × 7 14, ബാക്കി ഇവിടെ നമുക്ക് എത്ര വരും, 6. നമ്മൾ വീണ്ടും 0 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ വരുന്നത് 8 പ്രാവശ്യം. 8 × 7 56. അപ്പോൾ 8 പ്രാവശ്യമാണ് പോകുന്നത്, 56, ബാക്കി വരുന്നത് 4. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ വീണ്ടും 0 ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ 5 × 7 35 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എത്ര കൊടുക്കും, 5, 35, ബാക്കി ഇവിടെ വരുന്നത് 5 ആണ്. അപ്പൊ നമ്മൾ വീണ്ടും 0 ചേർക്കണം. കാരണം നമുക്ക് ഇവിടെ റിപ്പീറ്റേഷൻ ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് 1, 4, 2, 8 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. അപ്പൊ നമ്മള് 5 പ്രാവശ്യം, ഇപ്പൊ 50 ആയി. നമുക്ക് 50ൽ 7 നമുക്കറിയാം, 7 × 7 49. അപ്പൊ നമ്മൾ 7 വന്നു, 7 × 7 49. ഇവിടെ ബാക്കി 10 ആണ്, 1 വരുന്നത്. നമ്മൾ 0 ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ 0 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും, ഒരു പ്രാവശ്യമാണ് പോകുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും 1 വന്നു, ഒരു 7, പിന്നെ ഇത് റിപ്പീറ്റ് ആയി തുടങ്ങും. അപ്പൊ ഇവിടെ നമുക്ക് 1, 4, 2, 8, 5, 7 കഴിഞ്ഞിട്ടാണ് 1 വരുന്നത്. അടുത്തത് എന്ത് വരും, 4 വരും, 2 വരും, 8 വരും, 5 വരും. അതങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ഡിജിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ റിപ്പീറ്റേഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പൊ ഇത്രയും എത്തുന്നത് വരെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഈ ഒരു റിപ്പീറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വരേക്കും ചെയ്ത് നോക്കാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 10 കൊണ്ട്, 100 കൊണ്ട്, 1000 കൊണ്ട്, പിന്നെ അതുപോലെ 10,000 കൊണ്ട്, 1,00,000 കൊണ്ടൊക്കെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 1/7 നമ്മൾ ആദ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻറ്റു 1/10, 10 കൊണ്ട് ഡിവൈഡും ചെയ്യുന്നു. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 10/7 കിട്ടി, ഇൻറ്റു 1/10 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താക്കും, ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റും. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടേ, ഒരു പ്രാവശ്യമല്ലേ പോവുക, 10ൽ 7, അപ്പൊ 1 പ്ലസ് നമുക്ക് റിമൈൻഡർ വരുന്നത് 3 ആണ്, ഡിനോമിനേറ്റർ വരുന്നത് 7 ആണ്. ഇത് ബ്രാക്കറ്റിൽ ഇട്ടു, ഇൻറ്റു 1/10 കൊടുത്തു. ഓക്കെ, ഇനി ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 2 ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് 1/10 കിട്ടി, പ്ലസ് ഇവിടെ എത്ര കിട്ടി, 3/70 കിട്ടി. ഓക്കെ, അപ്പൊ നേരത്തെ വന്ന കേസ് നമുക്ക് വന്നു 1/7 = 1/10 പ്ലസ് 3/70. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ടേമിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് മാറ്റും. ഇവിടെ 1/7 മൈനസ് 1/10 = 3/70. 3യെ 70 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ എന്തെന്ന് പറയാം, ഈ 2 വാല്യൂസും ഈ 2 ഫ്രാക്ഷൻസും ഏകദേശം തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ 1/7 എന്ന് പറയുന്നത് ഏകദേശം ഇതിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ 0.1 ആയിരിക്കും അല്ലെ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.1 അല്ലേ വരുന്നത്. അപ്പൊ ഒരു വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ കറക്റ്റ് അല്ലേ, ആദ്യം കിട്ടിയ വാല്യൂ 0.1 തന്നെയാണല്ലോ. ഇവിടെ നമുക്ക് 0.1 കിട്ടി. ക്ലിയർ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, 100 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് 100 കൊണ്ടാണ്. അപ്പോൾ 1/7 ഇൻറ്റു 100 ഇൻറ്റു 1/100. ഓക്കെ, ഇത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 100/7 ഇൻറ്റു 1/100. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യണം, ഇതിന് നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല അല്ലെ, കാരണം 7 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്, അതുകൊണ്ട് അതിന് വേറെ ഘടകങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡയറക്റ്റ് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 100 ഹരണം 7, ഒരു പ്രാവശ്യം 7, ബാക്കി 30 അല്ലെ, 0 ഇടുമ്പോൾ 30. അപ്പൊ 4, 4, 28, ബാക്കി വരുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ കിട്ടി. അപ്പൊ 14 പ്ലസ് 2/7 എന്നുള്ളതാണ് നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ വരുന്നത്. അത് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു, ഇൻറ്റു 1/100 കൊടുത്തു.
ഇനി നമ്മൾ ഇതിനെ ഓരോ ടേമിനെയും 1/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 14 × 1/100 എന്ന് പറഞ്ഞാൽ 14/100 ആണ്. പ്ലസ് 2 × 1 2, 7 × 100 എന്ന് പറഞ്ഞാൽ 700 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 1/7 = 14/100 + 2/700 എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, ഈ ഒരു വാല്യൂ അല്ലേ നമുക്ക് 1/7 തുല്യമായിട്ട് വരുന്ന വാല്യൂ ഏകദേശം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് വാല്യൂ എടുത്ത് എഴുതിക്കൂടെ ഇനി. അപ്പൊ ഇതിന് ഏകദേശം തുല്യമായിട്ട് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1 4 2 സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ടു, ഇതല്ലേ നമുക്ക് വരുന്ന വാല്യൂ. അപ്പൊ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ ഇപ്പൊ പറ്റുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടാമത് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 14 ആണ്, 0.14. ഓക്കെ, അപ്പൊ നമ്മുടെ റിസൾട്ടില് 14 വരെ നമ്മൾ എത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, 1000 കൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അവസാനം നമ്മളിവിടെ എത്ര എത്തും, ഇവിടെ നമുക്ക് കിട്ടുന്നത് 2 ആയിരിക്കും. അങ്ങനെ 10,000 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 8ഉം കൂടെ കിട്ടും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവസാനം 7 കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 വീണ്ടും കിട്ടും. അപ്പോഴാണ് റിപ്പീറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ബുക്കിൽ ചെയ്ത് നോക്കുക. സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്, ഇതിൽ ഡൗട്ട് വരേണ്ട ഒരു കാര്യമില്ല. ഇനി അഥവാ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. അപ്പൊ ഇനി ഇതിനോടനുബന്ധിച്ച് വരുന്ന ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.